ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നതും സഭാ നടപടികളിൽ പങ്കെടുക്കുന്നതും ഞങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള കടപ്പാടുകൊണ്ടാണ്. ഇന്ന് ഇതുപോലെ നാണം കെട്ടൊരു മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള സീറ്റിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രതിപക്ഷം ഗതികേട് കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഹൈക്കോടതിയുടെ 2 മാസത്തെ സ്റ്റേയിൽ തൂങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ ഇത്? മുഖ്യമന്ത്രി മാത്രമാണോ? ആര്യാടനും ബാബുവും അങ്ങനെയല്ലേ? എന്താണ് ഇതെല്ലാം പറയാൻ അങ്ങ് അനുവദിച്ചിരിക്കുകയാണോ? അങ്ങ് ഇതെല്ലാം പറയാൻ അനുവദിച്ചിരിക്കുകയാണോ അതോ ഞാൻ പറയണോ? എന്താ ചെയ്യണ്ടേ? അങ്ങ് പ്രസംഗിച്ചാൽ മതി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. മുടന്തൻ താറാവിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ സർക്കാരിനെ പറ്റി എന്ത് പറയാൻ? ഈ സർക്കാരിനെ പറ്റി എന്താണ് പറയേണ്ടത്? എന്തിനാണ് സാർ ഈ ഉമ്മൻചാണ്ടിയും കൂട്ടരും ഒരു സർക്കാരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നത്? കേരളത്തിൻ്റെ പേര് ഇത്രയേറെ അപമാനിതമായ ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ഈ സർക്കാരിനെ പറ്റി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്? എത്ര ഭീകരമായ ശാസനകളാണ് കോടതികളിൽ നിന്ന് ഈ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെ ദിവസേന എന്നോണം വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയിലെ സീനിയറായ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള അവരെപ്പറ്റി വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ഈ സാക്ഷര സുന്ദര കേരളത്തിലും ഒരു സർക്കാരിനും ഭൂഷണമാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. സാർ, ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ ഉയരുന്ന ആരോപണങ്ങളും അഴിമതി കഥകളുമല്ലേ സർക്കാരിൻ്റെ 5 വർഷത്തെ നേട്ടം? ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് മികച്ച അഴിമതികളിലല്ലേ കുടുങ്ങിയിരിക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന മന്ത്രിമാരിൽ ആരെക്കുറിച്ചാണ് സാർ ഒരു ക്ലീൻ മന്ത്രി എന്ന് പറയാവുന്നത്? മഷിയിട്ട് നോക്കിയാൽ പോലും വലിയ പ്രയാസമാണ്. ചിലപ്പോൾ ഒരു ജയലക്ഷ്മി എങ്ങാൻ കണ്ടാൽ മതി. സാർ, എത്ര നാളായി സാർ ബാർക്കോഴ നിറഞ്ഞാടാൻ തുടങ്ങിയിട്ട്? കോഴയിൽ തെന്നി പാവം കെ എം മാണി ഒരു വഴിക്കായി. കെ എം മാണിക്ക് പിന്നാലെ ബാബുവും പോയതാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അതുകൊണ്ടൊന്നും ബാബുവിന് മന്ത്രിസഭയിൽ തിരിച്ചു വരാൻ കഴിഞ്ഞു. ബാബുവിൻ്റെ സ്ഥിതിയും സ്വസ്ഥമല്ല. വെന്റിലേറ്ററിലായിരുന്ന ബാബുവിനെ തൽക്കാലം ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി എന്നു മാത്രം.